നമസ്കാരം, സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കേരള സംഗീത നാടക അക്കാദമി സംഘടിപ്പിക്കുന്ന ദേശീയ തെരുവ് നാടകോത്സവത്തിന് കാസർകോട്ട് തുടക്കം. കേരള സ്റ്റേറ്റ് ലാൻഡ് സർവേയേഴ്സ് ഫെഡറേഷൻ കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന് കാഞ്ഞങ്ങാട്ട് സമാപനം. പുതുവർഷത്തെ വരവേറ്റ നാടും നഗരവും. വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ കലാപരിപാടികൾ സംഘടിപ്പിച്ചു. ജില്ലാ ജയിലിലെ തടവുകാർക്ക് ആനന്ദവും ആശ്വാസവും പകർന്ന് കാഞ്ഞങ്ങാട് YMCAയുടെ ക്രിസ്മസ് പുതുവത്സരാഘോഷം. കലാപരിപാടികൾ ശ്രദ്ധേയമായി. പൂർവ്വ വിദ്യാർത്ഥികളുടെ വിവാഹ ചടങ്ങിന് സാക്ഷിയായി ആയിരങ്ങൾ. കാഞ്ഞങ്ങാട് മുസ്ലിം യത്തീംഖാനയിൽ നടന്ന സമൂഹ വിവാഹ ചടങ്ങ് നന്മകൾ കൊണ്ട് ശ്രേഷ്ഠം. അരയിക്കോവിലകം ഭഗവതി ക്ഷേത്രത്തിലെ പ്രഥമ പൊങ്കാല മഹോത്സവം ഫെബ്രുവരി 5 നടക്കും. പൊങ്കാല മഹോത്സവത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. വാർത്തകൾ വിശദമായി. ദേശീയ തെരുവ് നാടകോത്സവത്തിന് സാക്ഷിയായി ഇരിയണ്ണി ഗ്രാമം. ഇരിയണ്ണി കൈലാസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന നാടകോത്സവം സംഘടിപ്പിച്ചത് സംഗീത നാടക അക്കാദമി. സംഗീത നാടക അക്കാദമിയുടെ ദേശീയ തെരുവ് നാടകോത്സവത്തിനാണ് ഇരിയണ്ണി കൈലാസ് ഓഡിറ്റോറിയത്തിൽ തുടക്കമായത്. 3 ദിവസങ്ങളിലായി നടക്കുന്ന പരിപാടി നാടക സംവിധായകൻ ഗോപിനാഥ് കോഴിക്കോട് ഉദ്ഘാടനം ചെയ്തു. അരങ്ങിനപ്പുറം പ്രേക്ഷകന്റെ കൂടെ പങ്കാളിത്തം ആണ് ഇവിടെ പ്രകടമാകുന്നത്. അരങ്ങിൻ്റെതായ ശക്തമായ ബോധവൽക്കരണം നടക്കുന്നുണ്ട്. പ്രബോധനത്തിൻ്റെ കൂടി ആവശ്യമുണ്ടെന്ന് തോന്നി. ഇപ്പം നമ്മൾ വളരെ സമയം കാത്തിരുന്ന ഒരു രംഗനാടകം കാണുന്നതിനേക്കാൾ അപ്പുറം ഒരു ദിവസം തുടർച്ചയായിട്ട് അനേക രംഗാവതരണങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുക എന്ന് പറയുന്നത് ഈ രംഗ സങ്കേതങ്ങൾ ലളിതമാക്കുന്നതുകൊണ്ട് സാധ്യമാകുന്ന ഒന്നാണ്. മൂളിയാർ പഞ്ചായത്ത് പ്രസിഡന്റ് ഖാലിദ് വെള്ളിപ്പാടി അധ്യക്ഷത വഹിച്ചു. പുത്തൻ തലമുറയിൽ നിന്നും അന്യം നിന്നു പോകുന്ന നാടകകലയെ ഗ്രാമാന്തരീക്ഷത്തിൽ വെളിച്ചത്തിലെത്തിക്കലാണ് പരിപാടിയുടെ ലക്ഷ്യം. കേരളത്തിനകത്തും പുറത്തു നിന്നായി 9 നാടകങ്ങളാണ് ഇത്തരത്തിൽ നാടകോത്സവത്തിൽ അരങ്ങിലെത്തുക. പരിപാടിയിൽ തെരുവ് നാടക ഗവേഷകൻ ഡോക്ടർ നരസിംഹറാവു മുഖ്യാതിഥിയായി. സംഗീത നാടക അക്കാദമി അംഗം PVK പനയാൽ, കർണാടക സംഗീത നാടക അക്കാദമി അംഗം ഉമേഷ് സാലിയാൻ, കൺവീനർ P വിനയകുമാർ, ജോയിന്റ് കൺവീനർ ജ്യോതി പാണൂർ തുടങ്ങിയവർ പരിപാടിയിൽ സംബന്ധിച്ചു. കേരള സ്റ്റേറ്റ് ലാൻഡ് സർവേയേഴ്സ് ഫെഡറേഷൻ കാസർഗോഡ് ജില്ലാ സമ്മേളനം കാഞ്ഞങ്ങാട്ട് നടന്നു. പി സ്മാരക മന്ദിരത്തിലായിരുന്നു സമ്മേളനം നടന്നത്. കേരള സ്റ്റേറ്റ് ലാൻഡ് സർവേയേഴ്സ് ഫെഡറേഷൻ കാസർഗോഡ് ജില്ലാ സമ്മേളനം പി സ്മാരക മന്ദിരത്തിൽ വെച്ചായിരുന്നു നടന്നത്. റവന്യൂ മന്ത്രി E ചന്ദ്രശേഖരൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സർവേയർമാരുടെ പ്രശ്നങ്ങളെ സംബന്ധിച്ച് ഗവൺമെന്റ് ശ്രദ്ധയിൽപ്പെടുത്താനുള്ള ഇവിടെ ചൂണ്ടിക്കാണിച്ച കാര്യങ്ങളെല്ലാം നടപ്പാക്കാൻ കഴിയുമോ, ഏതൊക്കെ ചെയ്യാൻ പറ്റും, ഏത് രീതിയിലാണ് ചെയ്യേണ്ടത് തുടങ്ങിയ വിഷയങ്ങൾ ഒന്നുകൂടി പരിശോധിച്ചാൽ മാത്രമാണ് അവസാനമായി തീരുമാനിക്കാൻ കഴിയും. ഭൂമിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ വ്യക്തമായ ചില തീരുമാനങ്ങളിലെത്താൻ സർവേ നടത്തി കൃത്യതയോടെ അത് തിട്ടപ്പെടുത്തി കൊടുക്കാൻ
KSLSF ജനറൽ സെക്രട്ടറി MA സന്തോഷ് കുമാർ അധ്യക്ഷനായി. കാഞ്ഞങ്ങാട് നഗരസഭ ചെയർമാൻ VV രമേശൻ മുഖ്യാതിഥിയായിരുന്നു. കാഞ്ഞങ്ങാട് നഗരസഭ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഗംഗാ രാധാകൃഷ്ണൻ, HR ശ്രീധരൻ, റംഷീദ് H, MA നാരായണൻ, K മുഹമ്മദ് കുഞ്ഞി, സംസ്ഥാന വൈസ് പ്രസിഡന്റ് P കൃഷ്ണൻ, സുനിൽ കുമാർ, അബ്ദുൾ റസാഖ് തുടങ്ങിയവർ സംസാരിച്ചു. പുതുവർഷത്തെ വരവേറ്റ നാടും നഗരവും. കാഞ്ഞങ്ങാട് YMCAയുടെ ക്രിസ്മസ് പുതുവത്സരാഘോഷം ഏറെ ശ്രദ്ധേയമായി. വിരസമായ നിമിഷങ്ങളിൽ ജയിലിലെ തടവുകാർക്ക് ആനന്ദവും ആശ്വാസവും പകർന്ന ജില്ലാ ജയിലിലാണ് ഇത്തവണ പുതുവത്സരാഘോഷം സംഘടിപ്പിച്ചത്. ചിന്തകളും മാനസിക പരിവർത്തനത്തിനുള്ള പ്രേരണകളും നൽകുന്ന സന്ദേശങ്ങൾ, സംഗീതം, മാജിക് ഷോ, പ്രഭാഷണം എന്നിവ പുതുവത്സരാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചു. എല്ലാം മതിമറന്ന് തടവുകാർ 2.5 മണിക്കൂറോളം നീണ്ട കലാവിരുന്ന് ആസ്വദിച്ചു. ക്രിസ്തുമസ് പുതുവത്സരാഘോഷം കേക്ക് മുറിച്ച് തടവുപുള്ളികൾക്ക് നൽകിക്കൊണ്ട് തൃക്കരിപ്പൂർ MLA രാജഗോപാൽ ഉദ്ഘാടനം ചെയ്തു. സൂചിപ്പിച്ചതുപോലെ വളരെ ആഹ്ലാദപ്രദമായിട്ടുള്ള ഒരു നിമിഷത്തിലാണ് നമ്മൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും ഇന്ന് പുതുവർഷം ആഘോഷിക്കുകയും നമുക്കും പുതുവർഷം ആഘോഷിക്കാൻ ഒരവസരമാണ് YMCA ജയിലധികൃതരുടെ അനുവാദത്തോടെ ഇവിടെ ഒരുക്കിയത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഉൾപ്പെടെയുള്ള ആദരണീയരായിട്ട് നിങ്ങളുടെ സംസാരിക്കുന്നതുകൊണ്ട് തന്നെ മറ്റ് വെറുതെ എംഎൽഎമാരും മറ്റ് ഈ രാഷ്ട്രീയക്കാരെല്ലാം പെട്ടെന്ന് തിരക്കില്ലേ ഭയങ്കര തിരക്കിലാണ്. പക്ഷെ ഇന്നത്തെ തിരക്ക് തന്നെയാണ്. ഏറ്റവും 2 പരിപാടികൾ ഉള്ളതാണ് പറഞ്ഞതുപോലെ MLA അധ്യക്ഷം വഹിക്കുന്ന പരിപാടിയാണ്. മന്ത്രി ഉദ്ഘാടനം ചെയ്ത പരിപാടിയാണ്. YMCA പ്രസിഡന്റ് മാനുവൽ കുറിച്ചുതാനം അധ്യക്ഷനായി. പടന്നക്കാട് സെന്റ് ജോർജ് യാക്കോബായ പള്ളി വികാരി ഫാദർ PK എബ്രഹാം, ജില്ലാ ജയിൽ സൂപ്രണ്ട് P അജയകുമാർ, YMCA സംസ്ഥാന വൈസ് പ്രസിഡന്റ് തോമസ് പൈനാപ്പള്ളി, ജില്ലാ പ്രസിഡന്റ് സാബു പതിനെട്ടിൽ, വൈസ് പ്രസിഡന്റ് സിജു പാറക്കോട്ടിൽ, ജോഷി തുടങ്ങിയവർ പ്രസംഗിച്ചു. അഡ്വക്കേറ്റ് മാത്യൂസ് തെരുവുപുഴ സ്വാഗതവും ചാണ്ടി കൈനിക്കര നന്ദിയും പറഞ്ഞു. സേവിച്ചൻ കൊടിയം കുന്നേൽ, സിനോജ് തോമസ്, ആൽബർട്ട് തുടങ്ങിയവർ ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ബാലചന്ദ്രൻ കൊട്ടോടി വൺമാൻ ഷോയും മാജിക്കും അവതരിപ്പിച്ചു. കാഞ്ഞങ്ങാട് മുസ്ലിം യത്തീംഖാനയിൽ നടന്ന സമൂഹ വിവാഹ ചടങ്ങ് നന്മകൾ കൊണ്ട് ശ്രേഷ്ഠമായി. മുസ്ലിം യത്തീംഖാനയിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ വിവാഹ ചടങ്ങിന് ആയിരങ്ങൾ സാക്ഷിയായി. തങ്ങളുടെ ജീവിതത്തിന് താങ്ങും തണലുമായി മാറി സ്ഥാപനത്തിന്റെ മുറ്റത്ത് വീണ്ടും ഒരിക്കൽ കൂടി എത്തിയപ്പോൾ അവർക്ക് ലഭിച്ചത് ജീവിത പങ്കാളിയെ. കാഞ്ഞങ്ങാട് മുസ്ലിം യത്തീംഖാനയിൽ നടന്ന 4 ജോഡികളുടെ വിവാഹ ചടങ്ങുകളാണ് അതിന്റെ നന്മകൾ കൊണ്ട് ശ്രേഷ്ഠമായത്. യത്തീംഖാന കമ്മിറ്റി മുൻകൈയെടുത്താണ് അന്തേവാസികളായ 4 യുവതികൾക്ക് ഞായറാഴ്ച മംഗല്യഭാഗ്യമേകിയത്. തോട്ടം ആനപ്പാറ ഹൌസിൽ മുഹമ്മദ് അലി ആയിഷ ദമ്പതിമാരുടെ മകളും അഫ്സൽ ഉലമ ഡിഗ്രി വിദ്യാർത്ഥിനിയുമായ ഉമ്മു ഹാനിയെ, പനത്തടി സിറാജ് മൻസിലിൽ അഷ്റഫ് ഖദീജ ദമ്പതിമാരുടെ മകനും യത്തീംഖാന പൂർവ്വ വിദ്യാർത്ഥിയുമായ അക്ബർ ജീവിത സഖിയായി സ്വീകരിച്ചു. കുടക് സ്വദേശികളും മുറിയനാവിയിൽ താമസക്കാരുമായ മുഹമ്മദ് ആസിയ ദമ്പതിമാരുടെ മകൾ റസീനയെ കൊല്ലംപാറ നെല്ലിയടുക്കത്തെ CH അബ്ദുൾ റഹ്മാൻ റുക്കിയ ദമ്പതിമാരുടെ മകൻ റാഷിദാണ് വധുവായി സ്വീകരിച്ചത്. അജാനൂർ കടപ്പുറം പരേതനായ പടിഞ്ഞാർ അബ്ദുള്ളയുടെയും ജമീലയുടെയും മകൾ റാബിയയെ മുണ്ടോട്ട് അരീക്കര ഹൌസിലെ പരേതനായ BK ഉമ്മറിന്റെയും കൈച്ചുമ്മയുടെയും മകൻ ബിലാലാണ് ജീവിത പങ്കാളിയാക്കിയത്. കല്ലൂരാവിയിലെ യൂസഫ് സുഹറ ദമ്പതിമാരുടെ മകൻ മുഹമ്മദ് റഫീഖ് യത്തീംഖാനയിലെ ജാഷിറയെ വിവാഹം ചെയ്തു. ഇതോടെ 22 യുവാക്കൾക്കാണ് യത്തീംഖാനയുടെ തണലിൽ പുതിയ ജീവിതം നേടാനായത്. സംയുക്ത കാസി സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ വിവാഹ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. DCC പ്രസിഡന്റ് ഹക്കീം കുന്നിൽ, സംയുക്ത ജമാഅത്ത് പ്രസിഡന്റ് മെട്രോ മുഹമ്മദ് ഹാജി, സെക്രട്ടറി ബഷീർ വെള്ളിപ്പോത്ത്, B അബ്ദുൾ സത്താർ ഹാജി, C കുഞ്ഞാമത് ഹാജി, C മുഹമ്മദ് കുഞ്ഞി, കാറ്റാടി കുമാരൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. അജാനൂർ ഗ്രീൻ സ്റ്റാർ പാലായി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ 7ാം വാർഷികാഘോഷം ജനുവരി 3 മുതൽ 6 വരെ തീയതികളിലായി നടക്കും. ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്.
അജാനൂർ ഗ്രീൻ സ്റ്റാർ പാലായി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ വാർഷികാഘോഷം ജനുവരി 3 മുതൽ 6 വരെ തീയതികളിലായാണ് നടക്കുന്നത്. ജനുവരി 3 നടക്കുന്ന ഉദ്ഘാടന സമ്മേളനം സംയുക്ത ജമാഅത്ത് പ്രസിഡന്റ് മെട്രോ മുഹമ്മദ് ഹാജി ഉദ്ഘാടനം ചെയ്യും. പി കുഞ്ഞബ്ദുള്ള അധ്യക്ഷനാവും. ചടങ്ങിൽ കാസർഗോഡ് MLA NA നെല്ലിക്കുന്ന്, മഞ്ചേശ്വരം MLA PB അബ്ദുൾ റസാഖ് എന്നിവർക്ക് സ്വീകരണം നൽകും. ചരിത്രബോധത്തിൽ നിന്ന് പുതിയ കാലത്ത് നിർമ്മിക്കുക എന്നുള്ള ഒരു പ്രസക്തമായ പ്രമേയമാണ് ഈ പരിപാടിക്ക് ഞങ്ങൾ നൽകിയിട്ടുള്ളത്. ഈ പരിപാടി 4 ദിവസത്തെ പരിപാടി നടക്കുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി വിശദമായി പ്രഭാഷണം നടത്തിയ 3ാം വട്ടമേശ സമ്മേളനത്തിൽ ഇന്ത്യക്ക് വേണ്ടി വലിയ രീതിയിൽ ചലനങ്ങൾ നടത്തിയ ബഹുമാന്യനായ മൗലാന മുഹമ്മദ് അലി ജൗഹർ സാഹിബിൻ്റെ പേരിലാണ് ഈ 4 ദിവസത്തെ പരിപാടി നടക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പേരിലുള്ള നഗറിലാണ് ഈ പരിപാടി നടക്കുന്നത്. സാംസ്കാരിക സമ്മേളനം, മതപ്രഭാഷണം, ചരിത്ര പ്രഭാഷണം, ദഫ്മുട്ട് പ്രദർശനം, ബുർദ മജ്ലിസ്, മാപ്പിളപ്പാട്ട് മത്സരം, സമാപന സമ്മേളനം അങ്ങനെ തുടങ്ങി വിവിധ പരിപാടികൾ ഈ 4 ദിവസങ്ങളിലായി അജാനൂർ കടപ്പുറത്ത്. സംയുക്ത ജമാഅത്ത് ട്രഷറർ കുഞ്ഞാമത് ഹാജി മൻസൂർ ചികിത്സാധന സഹായം വിതരണം ചെയ്യും. ജില്ലാ ലീഗ് വൈസ് പ്രസിഡന്റ് മുഹമ്മദ് കുഞ്ഞി മാസ്റ്റർ, ജമാഅത്ത് ജനറൽ സെക്രട്ടറി ബഷീർ വെള്ളിക്കോത്ത്, അബ്ദുൾ റഷീദ് അൽ ഹസനി, ഹമീദ് ചേരക്കാടത്ത്, ഹനീഫ് പാലായി, വാർഡ് മെമ്പർ ഷീബ സതീശൻ തുടങ്ങിയവർ സംസാരിക്കും. ജനുവരി 5 മാപ്പിളപ്പാട്ട് മത്സരം സംഘടിപ്പിക്കും. കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ പി കുഞ്ഞബ്ദുള്ള ഹാജി, കുൽബുദ്ദീൻ പാലായി, TM സായിന, ഷബീർ TV, അഫ്സൽ, K മുഹമ്മദ് കുഞ്ഞി, ഷിഹാബ് പാലക്കി, ഫർസീന തുടങ്ങിയവർ പങ്കെടുത്തു. ഡിവൈഎഫ്ഐ കാഞ്ഞങ്ങാട് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പുതുവത്സരാഘോഷം ശ്രദ്ധേയമായി. പുതുവത്സര ദിനത്തിൽ കാഞ്ഞങ്ങാട് നഗരം നൃത്യങ്ങളാൽ മുഖരിതമായി. ഡിവൈഎഫ്ഐ കാഞ്ഞങ്ങാട് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പുതുവത്സരാഘോഷം സംഘടിപ്പിച്ചത്. രാവണേശ്വരം മേഖലാ കമ്മിറ്റിയുടെ ക്ലാസിക്കൽ ഡാൻസ്, അജാനൂർ സെക്കൻഡിന്റെ നൃത്തശില്പം, പുതുക്കൈ കിഴക്കുംകര കമ്മിറ്റികൾ അവതരിപ്പിച്ച നൃത്തം, പെരിയ മേഖലയുടെ നാടൻപാട്ട്, അജാനൂർ സെക്കൻഡും പുല്ലൂരും അവതരിപ്പിച്ച സിനിമാറ്റിക് ഡാൻസ്, അമ്പലത്തറ കമ്മിറ്റിയുടെ മൈം ഷോ എന്നീ പരിപാടികൾ ഏറെ ശ്രദ്ധേയമായി. അരങ്ങു തകർത്തപ്പോൾ കാണികൾ ആർപ്പുവിളികളോടെയാണ് പുതുവർഷത്തെ വരവേറ്റത്. സംസ്ഥാന ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി പി അപ്പുക്കുട്ടൻ, ഹോസൂർ CI CK സുനിൽകുമാർ, ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി കെ മണികണ്ഠൻ, ശിവജി വെള്ളിക്കോത്ത്, കെ രാജ്മോഹൻ, കെ ബാബു, ടി മുഹമ്മദ് അസ്ലം, കെ സബീഷ്, രതീഷ് നെല്ലിക്കാട്ട്, PK നിഷാന്ത് തുടങ്ങിയവർ സംസാരിച്ചു. ഡിവൈഎഫ്ഐ അജാനൂർ സെക്കൻഡ് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗ്രാമോത്സവത്തിന് തുടക്കം. ഡിവൈഎഫ്ഐ മൂലക്കണ്ടം യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ഉത്തരമേഖല കമ്പവലി മത്സരം നടന്നു. ഡിവൈഎഫ്ഐ മൂലക്കണ്ടം യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിലാണ് ഉത്തരമേഖല കമ്പവലി മത്സരം നടന്നത്. ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് ശിവജി വെള്ളിക്കോത്ത് കമ്പവലി മത്സരം ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി ചെയർമാൻ KM സുധാകരൻ അധ്യക്ഷനായി. സംഘചേതന കണ്ണംവയലിനെ പിന്തള്ളിക്കൊണ്ട് റെഡ് സ്റ്റാർ എരിഞ്ഞിപ്പുഴ 1ാം സ്ഥാനത്തിന് അർഹരായി. 1ാം സ്ഥാനം നേടിയ ടീമിന് 4444 രൂപയും ട്രോഫിയും നൽകി.
സാവകാശത്തെ പിടിച്ചു കെട്ടിയ ലവകുശന്മാരുടെ ആക്ഷേപങ്ങൾ കൊണ്ടുകൊണ്ട് ഭൂകൾ തകർത്ത് അഭിനന്ദനങ്ങളെ സ്മരിച്ചുകൊണ്ട് പോരാടാൻ അതാണ് ഒരേ മനസ്സായി ഒരേ പ്രാണമായി ഒരേ നിറമായി ഒരേ ശ്രുതിയായി രണ്ടാം സ്ഥാനം നേടിയ സംഘചേതന കണ്ണംവയലിന് 3,333 രൂപയും ട്രോഫിയും നൽകി. മൂലക്കണ്ടം പ്രഭാകരൻ, ടി മാധവൻ മാസ്റ്റർ, മനോജ് കാരക്കുഴി, ഡി ബാലകൃഷ്ണൻ, ഗിനീഷ് വി, ഹരിദാസ് ടി, സമൃദ്ധ് സാമിക്കുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. KSKTU ജില്ലാ വൈസ് പ്രസിഡന്റ് ചെറാക്കോട്ട് കുഞ്ഞിക്കണ്ണൻ വിജയികൾക്കുള്ള സമ്മാനദാനം നിർവഹിച്ചു. കാസർഗോഡ് ജില്ലാ പരിസ്ഥിതി സമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സത്യാഗ്രഹം സംഘടിപ്പിച്ചു. ഒപ്പുമരച്ചോട്ടിലായിരുന്നു പ്രതിഷേധ സത്യാഗ്രഹം. പ്ലാസ്റ്റിക്, ഇലക്ട്രോണിക് മാലിന്യങ്ങൾ കത്തിക്കുന്നതും കുഴിച്ചുമൂടുന്നതും അവസാനിപ്പിക്കുക, പഞ്ചായത്ത് മുനിസിപ്പൽ അധികൃതർ തുടരുന്ന അലംഭാവം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധ സത്യാഗ്രഹം സംഘടിപ്പിച്ചത്. ഒപ്പുമര ചുവട്ടിൽ നടന്ന സത്യാഗ്രഹം PPK പൊതുവാൾ ഉദ്ഘാടനം ചെയ്തു. പുരോഗതിയിലേക്ക് കുതിക്കുമ്പോൾ ജീവിതം കുറെ കൂടി ഗുണകരമാക്കാൻ വേണ്ടി നിരന്തരം അധ്വാനിക്കുകയും പാടുപെടുകയും ചെയ്യുമ്പോൾ അതിന്റെ ഒരു പാർശ്വഫലം എന്ന നിലയിൽ ആണ് ഈ മാലിന്യങ്ങൾ ഇങ്ങനെ കുന്നുകൂടുന്നത്. പ്രകൃതിയിൽ മാലിന്യങ്ങളില്ലാത്തൊരവസ്ഥയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ വേണ്ടി പറ്റില്ല. കാരണം നമ്മുടെ ശരീരം തന്നെ നമുക്കറിയാം, മൂത്രമോ മലമോ പുറത്തു പോകാതെ നമുക്ക് ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാൻ വേണ്ടി പറ്റില്ല. കാരണം ഒരു ജീവിക്കും. കാരണം നാം ആഹാരം കഴിക്കുകയും അത് ദഹിപ്പിക്കുകയും ശരീരം അത് ആഗിരണം ചെയ്യുകയും അത് ഉൽപ്പന്നങ്ങളാക്കി മാറ്റുകയും നമ്മുടെ ശരീരത്തിന്റെ ഘടനയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉൽപ്പന്നങ്ങളാക്കി മാറ്റുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും അതിന്റെ ഫലമായിട്ട് ഉണ്ടാവും. പരിപാടിയിൽ P മുരളീധരൻ അധ്യക്ഷത വഹിച്ചു. പ്ലാസ്റ്റിക് പൂർണ്ണമായും ഒഴിവാക്കുക വിവേകമല്ലെന്നും ഇവയുടെ ഉപയോഗം കുറച്ച് ബാക്കിയുള്ളവ റീസൈക്ലിംഗ് നടത്തുക, താലൂക്ക് തോറും ക്യാൻസർ ആശുപത്രികളും ക്ലിനിക്കുകളും സ്ഥാപിക്കലല്ല പ്രതിവിധിയെന്നും രോഗം വരാത്ത അവസ്ഥയുണ്ടാക്കലാണ് പ്രധാനമെന്നും പരിപാടിയിൽ ആരോപിച്ചു. പരിപാടിയിൽ നാരായണൻ പേരിയ, അമ്പലത്തറ കുഞ്ഞികൃഷ്ണൻ, വിജയൻ കോടോത്ത്, പ്രേമചന്ദ്രൻ ചോമ്പാല, ജയൻ നീലേശ്വരം, കൃഷ്ണൻ പുല്ലൂർ, P വിജയൻ, ഉമ്മർ തെരുവത്ത് തുടങ്ങിയവർ സംബന്ധിച്ചു. ബാലഗോകുലം കാസർഗോഡ് താലൂക്ക് സമിതിയുടെ നേതൃത്വത്തിൽ ഗോകുലോത്സവം സംഘടിപ്പിച്ചു. കുഡ്ലൂർ സദാശിവ ക്ഷേത്ര പരിസരത്തായിരുന്നു പരിപാടി. മധുർ മണ്ഡലപരിധിയിൽ വരുന്ന ബാലഗോകുലങ്ങളിലെ കുട്ടികളുടെ കൂട്ടായ്മയായ ഗോകുലോത്സവം കുഡ്ലൂർ സദാശിവ ക്ഷേത്ര പരിസരത്ത് സംഘടിപ്പിച്ചു. ഹൈന്ദവ ആദർശങ്ങളും മൂല്യങ്ങളും പാഠ്യ വിഷയമായ പരിപാടി KG ഷാനു ബോഗ് ഉദ്ഘാടനം ചെയ്തു. ശോഭയാത്രയോടെ ആരംഭിച്ച പരിപാടിയിൽ നാഗേന്ദ്ര ഭട്ട് അധ്യക്ഷത വഹിച്ചു. ಮ್ಯಾಂಗ್ಳೂರ್ ರಾಷ್ಟ್ರೀಯ ಸ್ವಯಂ ಸೇವಕ ಸಂಘ ಸುನಿಲ್ ಕುಲಕರ್ಣಿ ಮುಖ್ಯ ಪ್ರಭಾಷಣ ನಡೆಸಿ ಈ ಬಾಲಗೋಕುಲ ಅನ್ನುವಂತಹದ್ದು ಕನ್ನಡಿ ಇದ್ದ ಹಾಗೆ ಅಂತ ನಮ್ಮ ಮಕ್ಕಳನ್ನ ನಾವು ಅಲ್ಲಿ ಕಳಿಸಿದ್ರೆ ಅವರ ಜೀವನಕ್ಕೆ ಬೇಕಾದಂತಹ ಶಿಕ್ಷಣ ಕೊಡುವಂತಹ ಒಂದು ಪ್ರಕ್ರಿಯೆಯಲ್ಲಾಗತ್ತೆ. ಆ ಕನ್ನಡಿಯಂತೆ ಹೊಳಿಬೇಕಾಗಿದ್ದು ನಮ್ಮ ಜೀವನದಲ್ಲಿ ನಾವು ಅಲ್ಲಿ ಸಿಗುವಂತ ಶಿಕ್ಷಣವನ್ನ ನಮ್ಮ ಜೀವನದಲ್ಲಿ ಅಳವಡಿಸಿಕೊಂಡಾಗ ಮಾತ್ರ ಅದೊಂದು ಸಾರ್ಥಕ ಆಗತ್ತೆ. ಕೇವಲ ಅಲ್ಲಿ ಶ್ಲೋಕ ಕಳಿಸ್ತಾರೆ, ರಾಷ್ಟ್ರಭಕ್ತಿ ಗೀತೆಗಳನ್ನು ಕಲಿಸ್ತಾರೆ, ಬೇರೆ ಬೇರೆ ರೀತಿಯ ಧಾರ್ಮಿಕ ಕಥೆಗಳನ್ನು ಹೇಳ್ತಾರೆ, ಇದೆಲ್ಲವೂ ಸತ್ಯ. ಟಿವಿ ಇವೆಲ್ಲ ಮಧ್ಯದಲ್ಲಿಯೂ ಕೂಡ ಅಲ್ಲಿ ಕಳಿಸಿದಾಗ ನಮ್ಮ ಮಕ್ಕಳಿಗೆ ಒಳ್ಳೆ ಸಂಸ್ಕಾರ ಸಿಗುತ್ತೆ ಅನ್ನೋದು ಒಂದು ಭಾಗವಾದ್ರೆ, ಆ ಭಾಗವನ್ನ ನಮ್ಮ ಜೀವನದಲ್ಲಿ ಅಳವಡಿಸಿಕೊಳ್ಬೇಕಾದ್ರೆ
ಮನೆಯೂ ಕೂಡ ಒಂದು ಬಾಲಗೋಕುಲದಂತೆ ವರ್ತನೆ ಮಾಡಬೇಕಾಗ್ತದೆ. വിവിധ ബാലഗോകുലങ്ങളിലെ കുട്ടികളുടെ നൃത്തങ്ങളും അരങ്ങേറി. പരിപാടിയിൽ ജയരാമ ഷെട്ടി, രാജേഷ് ആർ തുടങ്ങിയവർ പങ്കെടുത്തു. ബസ് ഓണേഴ്സ് അസോസിയേഷൻ താലൂക്ക് സമിതിയുടെ നേതൃത്വത്തിൽ വാർഷിക അവലോകന യോഗം സംഘടിപ്പിച്ചു. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തുള്ള സ്പീഡ്വേ ഇൻ ഹാളിലായിരുന്നു പരിപാടി. ബസ് ഓണേഴ്സ് അസോസിയേഷൻ താലൂക്ക് സമിതിയുടെ നേതൃത്വത്തിൽ വാർഷിക അവലോകന യോഗം നടന്നു. ബസ് സർവീസ് മേഖലയിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ച് അവലോകന യോഗം ചർച്ച ചെയ്തു. ട്രോമ കെയർ സെക്രട്ടറി പി വേണുഗോപാലൻ മാസ്റ്റർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഇന്ന് ഈ കേരളത്തിൽ ഉണ്ടാകുന്ന മുഴുവൻ സംഗതികളും ക്ഷേത്രത്തിൽ കയറുന്ന കാര്യമായാലും നമ്മൾ സ്വാതന്ത്ര്യം, നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം കൂട്ടായ്മയുടെ ഫലമാണ്, അല്ലാതെ കിട്ടില്ല. കൂട്ടായ്മ കൊണ്ട് എന്ത് നമുക്ക് ചെയ്യാം, ഏതിനെയും കീഴ്പ്പെടുത്താം, അല്ലാതെ ചെയ്യാൻ പറ്റില്ല. അത് മാത്രമാണ് എനിക്ക് അവസരത്തിൽ പറയാനുള്ളത്. താലൂക്ക് സമിതി അധ്യക്ഷൻ സി കെ ഗിരീഷ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി തമ്പാൻ നായർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. കൂടാതെ SSLCക്ക് ഉന്നത വിജയം നേടിയ കുട്ടികൾക്ക് പി വേണുഗോപാലൻ മാസ്റ്റർ ഉപഹാരം നൽകി. ബസ് ഓണേഴ്സ് അസോസിയേഷന്റെ സ്ഥാപക നേതാവ് മാഹിൻ ഹാജിയുടെ സ്മരണാർത്ഥം കുടുംബാംഗങ്ങൾ കുട്ടികൾക്ക് പ്രോത്സാഹന ധനം വിതരണം ചെയ്തു. പരിപാടിയിൽ നിരവധി പേർ പങ്കെടുത്തു. സംസ്ഥാന സർക്കാരിന്റെ സമ്പൂർണ്ണ വൈദ്യുതീകരണ പരിപാടിക്ക് കൈത്താങ്ങായി KSEB വർക്കേഴ്സ് അസോസിയേഷൻ സൗജന്യമായി വയറിംഗ് ജോലികൾ ചെയ്ത സംഘടനകൾ മാതൃകയായി. ചെറുവത്തൂർ പഞ്ചായത്തിലെ മൈച്ച പടിഞ്ഞാറെ കണ്ണംകുളത്ത് ചിരുതക്കുഞ്ഞിയുടെ വീട്ടിലാണ് അസോസിയേഷൻ പ്രവർത്തകർ പ്രതിഫലം വാങ്ങാതെ വയറിംഗ് നടത്തിക്കൊടുത്തത്. CATU നേതൃത്വം നൽകുന്ന KSEB വർക്കേഴ്സ് അസോസിയേഷന്റെ പിലിക്കോട് സെക്ഷനിലെ ജീവനക്കാരാണ് വയറിംഗ് ജോലി പൂർത്തിയാക്കി ഓലമേഞ്ഞ വീട്ടിൽ വൈദ്യുതി കണക്ഷനും നൽകിയത്. അസോസിയേഷന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി വി ലക്ഷ്മണൻ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. ഈ വരുന്ന മാർച്ച് 31 കേരളത്തിലെ ഏകദേശം 2 ലക്ഷത്തോളം വരുന്ന വീടുകൾ സഖാവ് പിണറായി നേതൃത്വം കൊടുക്കുന്ന ശ്രീ MM മണി ഊർജ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഈ സന്ദർഭത്തിൽ സമ്പൂർണമായി വൈദ്യുതീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. ഈ പദ്ധതി നടപ്പാക്കുന്നത് ജനകീയമായ ഇടപെടലിലൂടെയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വ്യവസായത്തിലെ ഒരു ഉത്തരവാദിത്തപ്പെട്ട ട്രേഡ് യൂണിയൻ പ്രവർത്തനം നടത്തുന്ന KSEB വർക്കേഴ്സ് അസോസിയേഷൻ എന്ന CITUവിൽ അഫിലിയേറ്റ് ചെയ്ത സംഘടന 1000 സർവീസ് കണക്ഷനുകൾ ഇതിന്റെ ഭാഗമായി കേരളത്തിൽ നൽകാൻ വേണ്ടി പോവുകയാണ്. പഞ്ചായത്ത് വാർഡംഗം KV കുഞ്ഞിരാമൻ അധ്യക്ഷത വഹിച്ചു. അസിസ്റ്റന്റ് എഞ്ചിനീയർ V കൃഷ്ണൻ, V ജനാർദ്ദനൻ, MA പങ്കജാക്ഷൻ എന്നിവർ സംസാരിച്ചു. K കൃഷ്ണൻ സ്വാഗതവും കോളിക്കര സുരേഷ് നന്ദിയും പറഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെ സമ്പൂർണ്ണ വൈദ്യുതീകരണ പരിപാടിയുടെ ഭാഗമായി KSEB വർക്കേഴ്സ് അസോസിയേഷൻ പ്രവർത്തകർ നടത്തിയ പ്രവർത്തനം മറ്റുള്ളവർക്കും മാതൃകയായി. പെരിയങ്ങാനം ഗവൺമെന്റ് LP സ്കൂൾ വജ്രജൂബിലിയുടെ നിറവിൽ. ആഘോഷ പരിപാടികൾ 1 വർഷം നീളും. മന്ത്രി E ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. ഒരു വർഷം നീളുന്ന വജ്രജൂബിലി ആഘോഷ പരിപാടികളാണ് പെരിയങ്ങാനം ഗവൺമെന്റ് LP സ്കൂളിൽ മന്ത്രി E ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തത്. വിദ്യാലയങ്ങളുടെ വളർച്ചയ്ക്ക് സർക്കാരിനേക്കാൾ മുൻകൈയെടുക്കേണ്ടത് പ്രദേശവാസികളാണെന്ന് മന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. പല വിദ്യാലയങ്ങളും അപ്ഗ്രേഡ് ചെയ്യുന്നതിന് തടസ്സമായി നിൽക്കുന്നത് കുട്ടികളുടെ കുറവാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. സമൂഹത്തിലെ ദുർബല ജനവിഭാഗങ്ങൾ, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ മാത്രമല്ല, പിന്നോക്ക സമുദായങ്ങൾ ഉൾപ്പെടെ, മുന്നോക്ക വിഭാഗങ്ങളിൽ പെട്ട പാവപ്പെട്ട ആളുകൾ ഉൾപ്പെടെ എല്ലാവരും ഭക്ഷണത്തിന് വേണ്ടി, അന്നന്നത്തെ ആഹാരത്തിന് വേണ്ടി പെടാപ്പാടുപെടുന്നൊരു കാലം. അതാണ് നമുക്ക് ഊഹിക്കാൻ കഴിയുന്നൊരു കാലം. അത്തരമൊരു സാഹചര്യത്തിൽ ആരും വിദ്യാഭ്യാസത്തെക്കുറിച്ച് ചിന്തിക്കാതിരുന്നാൽ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് P രാജൻ അധ്യക്ഷത വഹിച്ചു.
സ്കൂൾ PTA പ്രസിഡന്റ് MV പ്രസന്നകുമാർ വജ്രജൂബിലി ആഘോഷ പരിപാടികൾ വിശദീകരിച്ചു. രാധാ വിജയൻ, ലിസി വർക്കി, CV ബാലകൃഷ്ണൻ, K ഭാസ്കരൻ, CV ഗോപകുമാർ, T അനാമയൻ എന്നിവർ സംസാരിച്ചു. K കുഞ്ഞിരാമൻ സ്വാഗതവും ME കുഞ്ഞികൃഷ്ണൻ നന്ദിയും പറഞ്ഞു. സ്കൂൾ മദർ PTAയുടെ നേതൃത്വത്തിലുള്ള തിരുവാതിരയും കലാപരിപാടികളുടെ ഭാഗമായി നടത്തി. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ആർട്ടിസ്ട്രി ജ്വല്ലറി ബ്രാൻഡഡ് ജ്വല്ലറി ഷോയ്ക്ക് തുടക്കമായി. ജനുവരി 4 വരെയാണ് ആർട്ടിസ്ട്രി നടക്കുന്നത്. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ആർട്ടിസ്ട്രി ബ്രാൻഡഡ് ജ്വല്ലറി ഷോ ജനുവരി 4 വരെയാണ് നടക്കുന്നത്. ഡോക്ടർ PA ഇബ്രാഹിം ഹാജി ആർട്ടിസ്ട്രി ഉദ്ഘാടനം ചെയ്തു. ഇപ്പോൾ സ്വർണത്തിന്റെ വില ഒരേ ഭംഗി വലിപ്പത്താണ്, ഏകദേശം അങ്ങനെ ഒരു ലെവലിൽ നിൽക്കുന്നുണ്ട്. ഗോൾഡ് പോളിസി ഗവൺമെന്റ് എന്താണെന്ന് നമുക്കറിയില്ല. ഏതായാലും പോളിസിയും ഉണ്ട്, ഫസ്റ്റ് ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. എന്നിരുന്നാലും നമ്മുടെ വർഷങ്ങളായുള്ള നമ്മുടെ നാട്ടിന്റെ പാരമ്പര്യവും കൾച്ചറും സംസ്കാരവുമാണ് പെണ്ണുങ്ങൾ ഗോൾഡ് ഗിഫ്റ്റായിട്ട് കൊടുക്കുകയും ആഭരണത്തെ മറ്റേ കല്യാണത്തിനും മറ്റുമെല്ലാം ഉപയോഗിക്കുന്നു. വിവിധ തരത്തിലുള്ള സ്വർണ്ണാഭരണങ്ങളുടെയും വജ്രാഭരണങ്ങളുടെയും ആദ്യ വിൽപ്പന ഡോക്ടർ PA ഇബ്രാഹിം ഹാജി, മധു തായന്നൂർ, അജാനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് P ദാമോദരൻ, യൂസഫ് ഹാജി, ഡോക്ടർ സുശീല ലേസർ, CH അബ്ദുള്ള അതിഞ്ഞാൽ, രാഘവൻ തുടങ്ങിയവർ നിർവഹിച്ചു. കവായി EMS സാംസ്കാരിക വേദിയുടെ ഓഫീസ് ഉദ്ഘാടനം വൈവിധ്യമാർന്ന പരിപാടികളോടെ നടന്നു. കലാസന്ധ്യ ഏറെ ശ്രദ്ധേയമായി. കവായി EMS സാംസ്കാരിക വേദിയുടെ ഓഫീസ് ഉദ്ഘാടനം വിവിധ പരിപാടികളോടെയാണ് നടന്നത്. ഓഫീസ് കെട്ടിടോദ്ഘാടനത്തിന്റെ ഭാഗമായി കവായി വിഷ്ണുമൂർത്തി ദേവാലയ പരിസരത്ത് വെച്ച് ലൈബ്രറി ഉദ്ഘാടനവും ആദ്യകാല പ്രവർത്തകരെ ആദരിക്കൽ ചടങ്ങും നടന്നു. CPM ജില്ലാ കമ്മിറ്റി സെക്രട്ടറി KP സതീഷ് ചന്ദ്രൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പുതിയ കാലഘട്ടം ഉയർത്തുന്ന ഒരുപാട് വെല്ലുവിളികൾ ഈ നാട് അഭിമുഖീകരിക്കുന്നു. കഴിഞ്ഞൊരു അരനൂറ്റാണ്ടിനിടയിൽ നമ്മുടെ നാട്ടിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, അടുത്ത കാലത്താണ് കേരളം പിറവിയെടുത്തതിന്റെ 60ാം വാർഷികം വളരെ സമുചിതമായി ആചരിക്കപ്പെട്ടത്. മലബാറും തിരുവിതാംകൂറും തിരുക്കൊച്ചിയുമായി വേറിട്ട് കിടന്നിരുന്ന മലയാളം സംസാരിക്കുന്ന ജനങ്ങൾ അധിവസിക്കുന്ന പ്രദേശം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു പുതിയ സംസ്ഥാനം 1956 രൂപീകരിക്കപ്പെട്ട് 60 വർഷം പൂർത്തിയാവുകയാണ്. ഈ 60 വർഷത്തിനിടയിൽ ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട്. അഡ്വക്കേറ്റ് P വേണുഗോപാലൻ അധ്യക്ഷനായി. സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി അഡ്വക്കേറ്റ് P അപ്പുക്കുട്ടൻ ലൈബ്രറി ഉദ്ഘാടനം ചെയ്തു. CPM കാസർഗോഡ് ജില്ലാ കമ്മിറ്റി അംഗം M പൊക്ലൻ ഫോട്ടോ അനാച്ഛാദനവും ആദ്യകാല പ്രവർത്തകരെ ആദരിക്കൽ ചടങ്ങും നിർവഹിച്ചു. CPIM കാഞ്ഞങ്ങാട് ഏരിയ സെക്രട്ടറി P നാരായണൻ SLC+2 ഉന്നത വിജയം നേടിയ കുട്ടികളെ അനുമോദിച്ചു. AV രാമചന്ദ്രൻ, PK നിഷാന്ത്, P അഹമ്മദ് അലി, PK അബ്ദുൽ സലാം, BVK ജോസ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് പ്രദേശത്തെ കുട്ടികൾ നൃത്യങ്ങൾ അവതരിപ്പിച്ചു. തുടർന്ന് നടന്ന കലാസന്ധ്യ ഏറെ ശ്രദ്ധേയമായി. പുല്ലൂർ വാരിക്കാട്ട് അരയാൽ തറയ്ക്കാൽ വിഷ്ണുമൂർത്തി ദേവസ്ഥാനത്തെ കളിയാട്ട മഹോത്സവം ഏപ്രിൽ 9 മുതൽ 11 വരെ തീയതികളിലായി നടക്കും. മഹോത്സവത്തിന്റെ ഭാഗമായുള്ള ആദ്യ ഫണ്ട് ശേഖരണം നടന്നു. പുല്ലൂർ വാരിക്കാട്ട് അരയാൽ തറയ്ക്കൽ വിഷ്ണുമൂർത്തി ദേവസ്ഥാനത്തെ കളിയാട്ട മഹോത്സവം ഏപ്രിൽ 9 മുതൽ 11 വരെ തീയതികളിലായാണ് നടക്കുന്നത്. മഹോത്സവത്തിന്റെ ഭാഗമായുള്ള ആദ്യ ഫണ്ട് ശേഖരണ ചടങ്ങ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ കേളുപണിക്കർ ഉദ്ഘാടനം ചെയ്തു. ഗോത്ര സംഹിത മനുഷ്യന്റെ ഗണഗോത്ര സമുദായം രൂപം കൊള്ളുന്നത് മുതൽ ഇങ്ങോട്ട്
ഗോത്രം ഉത്ഭവിക്കുന്നത് മുതൽ അങ്ങോട്ട് മനുഷ്യൻ പ്രകൃതിയെ വലിയ രൂപത്തിൽ ഭയപ്പെടുകയും ആ ഭയത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടി വലിയ രൂപത്തിലുള്ള പ്രകൃതിയെ പൂജിക്കുകയും ചെയ്ത് നമുക്ക് ചരിത്രം വായിച്ചാൽ മനസ്സിലാക്കും, പുരാണങ്ങൾ വായിച്ചാൽ മനസ്സിലാക്കും. ഉദാഹരണത്തിന് നമ്മൾ ഏറ്റവും വലിയ പൂജ നടത്തുന്നത് പഞ്ചഭൂതങ്ങളെ കുറിച്ചായിരുന്നു. പഞ്ചഭൂതങ്ങളെ കുറിച്ച് ഇന്നുള്ള മനുഷ്യനുള്ള അറിവ് പഴയകാല മനുഷ്യൻ ഉണ്ടായിരുന്നില്ല. അവര് വളരെ വലിയ വിലപ്പെട്ട മറ്റു പല കാര്യങ്ങളെ പോലെ പഞ്ചഭൂതങ്ങളെ കണ്ട ഒരു കാലഘട്ടം നമ്മുടെ രാജ്യത്തുണ്ടായി. വൈശ്യമാൻ ലക്ഷ്മണൻ അധ്യക്ഷനായി. പുരുഷോത്തമൻ കാരക്കുഴിയിൽ നിന്ന് ശ്രീധരൻ വാരിക്കാട്ട് തായരും പരമേശ്വരൻ വാരിക്കാട്ട് തായരും ഫണ്ട് ഏറ്റുവാങ്ങി. പബ്ലിസിറ്റി കൺവീനർ TV ഗംഗാധരനും യതീഷ് വാരിക്കാട്ടും ചേർന്ന് കലണ്ടർ പ്രകാശനം ചെയ്തു. മനോജ് വാരിക്കാട്ട്, M ദാമോദരൻ, വേണു മാക്കരങ്കോട്ട്, പരമേശ്വരൻ വാരിക്കാട്ട് തായർ തുടങ്ങിയവർ സംസാരിച്ചു. അടൂട്ട് മൂത്തേടത്ത് കുതിര പഴയ സ്ഥാനം പടാർക്കുളങ്ങര ഭഗവതി ദേവസ്ഥാനത്തെ കളിയാട്ട മഹോത്സവം ജനുവരി 26 മുതൽ 30 വരെ തീയതികളിലായി നടക്കും. മഹോത്സവത്തിന്റെ ഭാഗമായി മാണിക്കോത്ത് പ്രാദേശിക കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഫണ്ട് ശേഖരണം നടന്നു. അടൂട്ട് മൂത്തേടത്ത് കുതിര പഴയ സ്ഥാനം പാടാർക്കുളങ്ങര ഭഗവതി ദേവസ്ഥാനത്തെ കളിയാട്ട മഹോത്സവം 26 മുതൽ 30 വരെ തീയതികളിലായാണ് നടക്കുന്നത്. കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി മാണിക്കോത്ത് പ്രാദേശിക കമ്മിറ്റിയുടെ ഫണ്ട് ശേഖരണം നടന്നു. നമ്മൾ 3 വർഷത്തോളമായി നമ്മളിവിടെ ഭക്ഷണം കൊടുക്കുകയാണ്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഇക്കൊല്ലവും വളരെ ഭംഗിയായി കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആലോചിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിന്റെ ഒരു ഫണ്ട് ഉദ്ഘാടനമാണ് ഇവിടെ നടക്കുന്നത്. ഈ ഫണ്ട് ഉദ്ഘാടനം നൽകി കരുണാട്ടനാണ് ഈ ഫണ്ട് ആദ്യമായി നൽകുന്നത്. അതോടൊപ്പം തന്നെ ജാനികെട്ടി, അങ്ങനെ വാസു അതുപോലുള്ള ആളുകളാണ് നമ്മളെ ഈ ഫണ്ട് ആദ്യമായി നൽകുന്നത്. സി കരുണൻ മാണിക്കോത്ത്, ബോംബെ വാസു, ജാനകി കുന്നുമൽ, അനീഷ് തുടങ്ങിയവരിൽ നിന്നും പ്രാദേശിക കമ്മിറ്റിയുടെ ട്രഷറർ ചന്ദ്രൻ വലിയ വീട് ആദ്യ ഫണ്ട് ഏറ്റുവാങ്ങി. സെക്രട്ടറി അശോകൻ മാണിക്കോത്ത് സ്വാഗതവും പ്രസിഡന്റ് KV മാധവൻ നന്ദിയും പറഞ്ഞു. തുടർന്ന് മഹോത്സവത്തിന്റെ ഭാഗമായുള്ള തിരുമുൽക്കാഴ്ച പുറപ്പെടുന്ന കുന്നുമൽ തറവാട് ശുചീകരണവും നടന്നു. അരയിക്കോവിലകം ഭഗവതി ക്ഷേത്രത്തിലെ പ്രഥമ പൊങ്കാല മഹോത്സവം ഫെബ്രുവരി 5 നടക്കും. പൊങ്കാല മഹോത്സവത്തിന്റെ ഭാഗമായുള്ള മാതൃസമിതി യോഗം നടന്നു. അരയിക്കോവിലകം ഭഗവതി ക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവം ഫെബ്രുവരി 5 നടക്കുന്നത്. മഹോത്സവത്തിന്റെ ഭാഗമായുള്ള മാതൃസമിതി യോഗം ക്ഷേത്ര പരിസരത്ത് വെച്ച് നടന്നു. സ്വാഗത സംഘം ചെയർമാൻ V ഗോപി മാതൃസമിതി യോഗം ഉദ്ഘാടനം ചെയ്തു. പിന്നെ വേണ്ടത് കുറച്ച് പൂവ്, അതും നമുക്ക് സംഘടിപ്പിക്കാൻ പറ്റും. വീട്ടിൽ നിന്നൊക്കെ സംഘടിപ്പിക്കാവുന്ന പൂവുകൾ മതി. വീട്ടിൽ നിന്ന് സംഘടിപ്പിക്കാവുന്ന പൂവുകൾ വേണം. കുറച്ച് എണ്ണ, തിരി ഇത് നിങ്ങൾ തന്നെ കൊണ്ടുവരണം. അപ്പോൾ വിളക്ക്, എണ്ണ, തിരി, പൂവ്, മലര്, ശർക്കര, പഴം, പിന്നെ ചന്ദനത്തിരി, ഒരു 3 കൊടിയൽ, ഇതും കൂടി കരുതണം. ഇത്ര സാധനം. മലര് സാധാരണ ചെറിയ ഒരു കുറച്ച് മതി, വെല്ലും കുറച്ച് മതി. കാരണം നമുക്ക് സങ്കല്പത്തിന് നമ്മൾ ചെയ്യുന്ന. മഠത്തിൽ ഭാർഗവി അധ്യക്ഷയായി. K സുമ, K അമ്പാടി, രാമകൃഷ്ണൻ മോനാച്ച, A കൃഷ്ണൻ, T ദിനേശൻ, K പുഷ്പ തുടങ്ങിയവർ സംസാരിച്ചു. എലഗൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ഡിസൈനിംഗ് കാഞ്ഞങ്ങാട്ട് പ്രവർത്തനം ആരംഭിച്ചു. റഹ്മത്ത് കോംപ്ലക്സിലാണ് സ്ഥാപനം പ്രവർത്തിക്കുന്നത്. എലഗൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ഡിസൈനിംഗ് ആൻഡ് സ്റ്റിച്ചിംഗ് കാഞ്ഞങ്ങാട് റഹ്മത്ത് കോംപ്ലക്സിലാണ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. 100-ലധികം വരുന്ന വിവിധ തരം ഡ്രസ് മേക്കിംഗ്, സ്റ്റിച്ചിംഗ്, സാരി ഡ്രസ്സിംഗ്, സ്കൂൾ യൂണിഫോം ആൻഡ് കോട്ട്, എംബ്രോയിഡറി വർക്ക്, ഹാൻഡ് വർക്ക്, മിറർ വർക്ക്സ്, ആഭരണ നിർമ്മാണം, ഫ്ലവർ നിർമ്മാണം തുടങ്ങിയവയുടെ പരിശീലനം ഇവിടെ ലഭ്യമാണ്. ആധുനിക രീതിയിലുള്ള ഡ്രസ്സുകളും കല്യാണാവശ്യത്തിനുള്ള ഡ്രസ്സുകളും ഓർഡർ അനുസരിച്ച് സ്റ്റിച്ച് ചെയ്ത് നൽകുന്നു. വെളിക്കോത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ വത്സൻ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഷിൽജി, സുഹറ, നജ്മുന്നിസ, മജീദ് തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരള സംഗീത നാടക അക്കാദമി സംഘടിപ്പിക്കുന്ന ദേശീയ തെരുവ് നാടകോത്സവത്തിന് കാസർകോട്ട് തുടക്കം. കേരള സ്റ്റേറ്റ് ലാൻഡ് സർവേയേഴ്സ് ഫെഡറേഷൻ കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന് കാഞ്ഞങ്ങാട്ട് സമാപനം.
വരവേറ്റ നാടും നഗരവും. വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ കലാപരിപാടികൾ സംഘടിപ്പിച്ചു. ജില്ലാ ജയിലിലെ തടവുകാർക്ക് ആനന്ദവും ആശ്വാസവും പകർന്ന് കാഞ്ഞങ്ങാട് YMCAയുടെ ക്രിസ്മസ് പുതുവത്സരാഘോഷം. കലാപരിപാടികൾ ശ്രദ്ധേയമായി. പൂർവ്വ വിദ്യാർത്ഥികളുടെ വിവാഹ ചടങ്ങിന് സാക്ഷിയായി ആയിരങ്ങൾ. കാഞ്ഞങ്ങാട് മുസ്ലിം യത്തീംഖാനയിൽ നടന്ന സമൂഹ വിവാഹ ചടങ്ങ് നന്മകൾ കൊണ്ട് ശ്രേഷ്ഠം. അരയിക്കോവിലകം ഭഗവതി ക്ഷേത്രത്തിലെ പ്രഥമ പൊങ്കാല മഹോത്സവം ഫെബ്രുവരി 5 നടക്കും. പൊങ്കാല മഹോത്സവത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.